ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വിളമീൻ മുളകിട്ട് നല്ലതുപോലെ വറ്റിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇറച്ചിക്കൊക്കെ നല്ല മയമുള്ളതാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും, നമ്മൾ ഈ നെയ്മീനൊക്കെ വെക്കുന്ന പോലെ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ വിളമീനാണ്. അപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്, തൊണ്ടോട് കൂടി തന്നെ. അപ്പോൾ തൊണ്ടോട് കൂടി ചതച്ചെടുക്കുമ്പോൾ നല്ല മണം കിട്ടുമേ, അതുകൊണ്ടാണ് തൊണ്ട് പൊളിച്ച് കളയാതിരുന്നത്. അപ്പോൾ ഞാൻ കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്. 1 കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂക്കട്ടെ. ഇതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി, ചുമന്നുള്ളി ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മൂക്കണേ. ഇപ്പോൾ ഈ ചുമന്നുള്ളി ചേർക്കുന്നത് കൊണ്ട് നല്ലതുപോലെ മൂക്കണം, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് വളിച്ചു പോകുകയെ ചീത്തയാകും. ഇതിലേക്കൊരു 4 പച്ചമുളകും കൂടെ നീളത്തിൽ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയും നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും. അപ്പം ഞാനിവിടെ 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുക്കണേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിലേക്ക് പൊടി തന്നെയായിട്ട് ഇടുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇങ്ങനെ എടുക്കുമ്പം കറിക്ക് നല്ലൊരു കുറുകലും കിട്ടും, മുളക് പൊടി കരിഞ്ഞും പോകില്ല. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ എണ്ണ തെളിഞ്ഞ് വരുന്ന അതാണ് ഒരു പരുവം ഇതിൻ്റെ, അതുവരെയും ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ആ പാത്രം ഒന്ന് കഴുകിയെടുക്കണേ. ആ മുളക് പൊടിയൊക്കെ വെച്ചിരുന്നത് അതിലാ പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പെല്ലാം കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തീ കുറച്ച് വെക്കണേ. തീ ഇത്തിരി കൂട്ടിയിട്ടിട്ടാണ് പുക വരുന്നത്. പുതിയ ചട്ടിയും വേണേ. ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതേ മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരും. ഞാൻ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, എന്നിട്ടും പുക വരുന്നുണ്ട്. അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല, മീനിൽ നല്ലതുപോലെ നെയ്യുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. സൈഡിലുള്ള അരപ്പെല്ലാം കയ്യിൽ നിന്നിങ്ങനെ വടിച്ചെടുത്ത് ഇളക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ചങ്ങോട്ട് തിളപ്പിക്കണ്ട, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയേ.
ഇനിയിപ്പോൾ നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ, ആ വെള്ളവും കൂടെ ഒഴിക്കുമ്പം കൃത്യമായിരിക്കുമേ. ഒത്തിരി ഒരുപാട് വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ട. പിന്നെ നമ്മളത് വറ്റിച്ചൊക്കെ മീൻ പൊടിഞ്ഞും പോകും. പുളിവെള്ളവും കൂടി ഉണ്ട്. 4 കഷ്ണം കുടംപുളി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മീൻ കറിയിൽ കല്ലുപ്പ് ഇടുന്നത് നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു കാര്യവും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. തിള വരുന്ന് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. നിരത്തി ഇട്ട് കൊടുക്കണേ. ഇതേ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അതും കൂടെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കണേ. ഇതുപോലെ അനക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഉള്ളി മൂപ്പിക്കുമ്പം ഉലുവ വറുത്തെടുത്താലും മതിയായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് തിളക്കട്ടെ നല്ലതുപോലെ. അപ്പോൾ അതേ നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മീൻ വറ്റിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.